ഇന്നത്തെ റെസിപ്പി ഒരു പഴയകാല നാടൻ പലഹാരമാണ് ചുക്കപ്പം. ഇത് പണ്ട് കാലങ്ങളിൽ നമ്മളെ വീടുകളിലൊക്കെ എപ്പോഴും സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു പലഹാരമാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത് ഒരു 1.25 കപ്പ് വെള്ളം പാനിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ നെയ്യും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി തിളച്ച് വരുമ്പോൾ 1 കപ്പ് അരിപ്പൊടിയാണ് എടുത്തത്. അരിപ്പൊടി കുറേശ്ശെ എടുത്തിട്ട് ഇത് വാട്ടിയെടുക്കണേ. അരിപ്പൊടി എടുക്കുമ്പോൾ നേരത്തെ പൊടി എടുക്കണേ. പത്തിരിപ്പൊടി ഇടിയപ്പത്തിൻ്റെ പൊടി എടുക്കട്ടോ. നമ്മൾ നൈസ് പത്തിരിക്കൊക്കെ വാട്ടിയെടുക്കുന്നത് പോലെ ഒന്ന് വാട്ടിയെടുക്കണേ. അപ്പോൾ ഇതാ ഇത്രയും മതി. പിന്നെ ഇതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കറുത്ത എള്ള് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ കരിഞ്ജീരകം ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കട്ടെ. അതാകുമ്പോൾ കുറച്ചും കൂടി ഒന്ന് നാടൻ ടേസ്റ്റ് കിട്ടും. ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കട്ടെ. ഇപ്പോൾ ഇതിലേക്ക് ഒരു മുട്ട ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഇപ്പോൾ ഇതൊന്ന് കൈ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കട്ടെ. കട്ടകളൊക്കെ ഉടച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഇതാ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കയ്യിലിട്ട് ചെറിയ ബോൾസാക്കി ഒന്ന് ഉരുട്ടിയെടുക്കണം. നമ്മളെ കുഞ്ഞിപ്പത്തിരിക്കൊക്കെ ഉരുട്ടിയെടുക്കുന്ന പോലെ ഒന്ന് ഉരുട്ടിയെടുക്കട്ടെ. ഇതൊരു മാസത്തോളൊക്കെ ഇങ്ങനെ കേടുകൂടാതെ ഇരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ചധികമൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുത്താൽ മതി. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നന്നായി ചൂടായതിനു ശേഷം ഒന്ന് കുറച്ച് കൊടുക്കട്ടെ. എന്നിട്ട് കുറച്ചൊരധികം സമയം വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. എന്നാലേ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. നല്ല ക്രിസ്പിയാണ് കേട്ടോ. ഇത് നമ്മൾ കഴിച്ചാൽ പിന്നെ കഴിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. നല്ല ചൂട് ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു പലഹാരമാണ്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ.